So now we are going to discuss the power. അപ്പോൾ നമ്മളുടെ ഒന്നുകൂടെ പറയാം. VS by VP is equal to NS by NB. അതാണ് നമ്മളുടെ വോൾട്ടേജും നമ്പർ ഓഫ് ടേൺസും തമ്മിലുള്ള റിലേഷൻ. സ്റ്റെപ്പ് ഡൗണിൻ്റെ ആണെങ്കിലും സ്റ്റെപ്പ് അപ്പിൻ്റെ ആണെങ്കിലും VS സെക്കൻഡറി വോൾട്ടേജ് ഡിവൈഡ് ബൈ പ്രൈമറിയിലെ ഈക്വൽ ടു NS by NB ആയിരിക്കും. നമ്മൾ പവർ കണ്ടുപിടിക്കാൻ പോവാം. നമ്മൾ നേരത്തെ ജൂൾസ് നിയമം പഠിച്ചിട്ടുണ്ട്. H is equal to VIT. അതിൽ നിന്ന് VITക്കകത്ത് നിന്ന് നമ്മളുടെ പവറിന്റെ ഇക്വേഷൻ T കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടും പവർ ഈക്വൽ ടു V ഇൻറ്റു I. അപ്പം നമ്മൾ പവർ ഇൻ പ്രൈമറി, അപ്പോൾ V ഓഫ് പ്രൈമറി ഇൻറ്റു I ഓഫ് പ്രൈമറി ഇസ് ഈക്വൽ ടു V ഓഫ് സെക്കൻഡറി ഇൻറ്റു I ഓഫ് സെക്കൻഡറി. അപ്പം നമുക്ക് വോൾട്ടേജിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പം ഇങ്ങോട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം VS by VP ഇതുപോലെ ആക്കാൻ വേണ്ടിയാണ്, പ്രത്യേകിച്ച് ഒന്നിനുമല്ല. IS ഇങ്ങ് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു IP by IS. അതാണ് നമുക്കിപ്പോൾ കിട്ടിയ സെക്കൻഡ് റിലേഷൻ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത് വിയും എന്നും തമ്മിലുള്ള റിലേഷൻ ചെയ്തു വെച്ചായിരുന്നു. ഈ രണ്ട് ഇക്വേഷനോട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുമിച്ച് എഴുതാം. ഇവിടെ VS by VP ഈസ് ഈക്വൽ ടു NS by NB. ദാറ്റ് ഈസ് ഈക്വൽ ടു VS by VP എവിടെയാണെന്ന് ഇവിടെ കിട്ടിയത് കറണ്ടിന്റെ ടൈമിൽ IP by IS. ശ്രദ്ധിക്കണം, ഇവിടെ സെക്കൻഡറി ഡിവൈഡ് ബൈ പ്രൈമറി, ഇവിടെയും സെക്കൻഡറി ഡിവൈഡ് ബൈ പ്രൈമറി, ബട്ട് ഇൻ ടേംസ് ഓഫ് കറണ്ട് ദാറ്റ് ബിക്കം I primary divided by I secondary. That is the equation that connecting our current, voltage and number of turns in a transformer, the primary and secondary coil of a transformer. VS by VP is equal to NS by NB is equal to IP by IS. കറണ്ട് മാത്രം തിരിഞ്ഞു വരും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ സ്റ്റെപ്പ് അപ്പിൽ എങ്ങനെയായിരിക്കും? സ്റ്റെപ്പ് അപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റെപ്പ് അപ്പിന് എവിടെയായിരുന്നു വോൾട്ടേജ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോയിൽ എവിടെയാണ് കൂടുതൽ? സ്റ്റെപ്പ് അപ്പിന് പറഞ്ഞാലും പ്രൈമറിയിലാണോ സെക്കൻഡറിയിലാണോ സ്റ്റെപ്പ് അപ്പിന് നമ്പർ ഓഫ് കോയിൽസ് കൂടുതൽ? സെക്കൻഡറിയിൽ. അപ്പം NS ഗ്രേറ്റർ ദാൻ N പ്രൈമറി ആയിരിക്കും. വോൾട്ടേജ് എവിടെയാ കൂടുതൽ? സെക്കൻഡറി തന്നെ ആയിരിക്കും. അതല്ലേ സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ V സെക്കൻഡറി ഗ്രേറ്റർ ദാൻ V പ്രൈമറി. പക്ഷെ കറണ്ട് മാത്രം ഇൻവേഴ്സ് ആവും. സെക്കൻഡറിയുടെ അവിടെ പ്രൈമറി വരും. അപ്പം I സെക്കൻഡറി മാത്രം ലെസ് ദാൻ I പ്രൈമറി ആയിരിക്കും. അങ്ങനെ ഒരു കോളം നമ്മളുടെ അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? കാറ്റഗറൈസ് ദ ഫോളോവിങ് റിലേഷൻ അപ്രോക്സിമേറ്റ്ലി ആസ് എ സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് ഓരോന്നിനെ കുറിച്ച് എഴുതാമെന്ന് പറഞ്ഞുകൊണ്ട് പേജ് നമ്പർ 58 കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ഡൗണിന്റെയും ഇതുപോലെയുള്ള കേസ് ഒന്ന് എഴുതാം. നേഹയ്ക്ക് കേൾക്കാവോ? നേഹ, സ്റ്റെപ്പ് ഡൗണിന്റെ കേസ് പറഞ്ഞേ. N പ്രൈമറി ആണോ N സെക്കൻഡറി ആണോ കൂടുതൽ? N പ്രൈമറി. അപ്പൊ N പ്രൈമറി ഗ്രേറ്റർ ദാൻ N സെക്കൻഡറി. വോൾട്ടേജ് പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി. V പ്രൈമറി ഗ്രേറ്റർ ദാൻ V സെക്കൻഡറി. I പ്രൈമറി ഗ്രേറ്റർ ദാൻ I സെക്കൻഡറി. I പ്രൈമറി ഗ്രേറ്റർ ദാൻ ആണോടോ? കറണ്ടിന്റെ കേസിൽ മാത്രം ഇൻവേഴ്സ് ആയില്ലേ? ഉണ്ടോ? VS NS ഇവിടെ പ്രൈമറി ആയിപ്പോയി. അപ്പൊ എവിടെയായിരിക്കും? I പ്രൈമറി ലെസ് ദാൻ I സെക്കൻഡറി. മനസ്സിലായോ നേഹയ്ക്ക്? കറണ്ടിന്റെ കേസ് മാത്രം എഴുതുമ്പോൾ ഇവിടെ ഇക്വേഷൻ നോക്കൂ. VS by VP ഈക്വൽ ടു NS by NB ഈക്വൽ ടു IP by IS. അങ്ങനെയായിരുന്നെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാം. VS by ഗ്രേറ്റർ ദാൻ VP സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ? അനീന ഷാജി. സ്റ്റെപ്പ് അപ്പ്. ഗുഡ്. രണ്ടാമത്തത് VS ലെസ് ദാൻ VP ബിയോണ്ട്.
Vs. Step down. Step down. Very good. I primary less than, sorry, I secondary. I secondary less than I primary. അതായിരിക്കും ആരാ പറയുന്നത്? അലൻ. ആ, ദേവമോൾ പറഞ്ഞു. ദേവമോൾ. സ്റ്റെപ്പ് സ്റ്റെപ്പ് അപ്പ്. ശരിയാ കേട്ടോ. കറണ്ടിന്റെ കേസിൽ മാത്രം പ്രൈമറി തിരിഞ്ഞു വരും. അപ്പൊ പ്രൈമറി കൂടുതലാണെങ്കിൽ അത് സ്റ്റെപ്പ് അപ്പ് ആവും. ഇനി ഐ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ഐ പ്രൈമറി. അലൻ? സ്റ്റെപ്പ് ഡൗൺ. ഇത് കൂട്ടൊരു കണ്ടീഷൻ എപ്പോഴും 1 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സ്റ്റെപ്പ് ഡൗൺ. ഇനി NS by NP ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നായിരിക്കും? ഇതിന്റെ അർത്ഥം എന്നാ? NS ലെസ് ദാൻ NB എന്നല്ല ഇങ്ങോട്ടേ ഗുണിച്ചു കഴിഞ്ഞാൽ അത് ഏതായിരിക്കും? NS ലെസ് ദാൻ NB. പ്രൈമറിനേക്കാളും കുറവ് സെക്കൻഡറി. ഏതാണത്? ആർദ്ര? സ്റ്റെപ്പ് ഡൗൺ. വെരി ഗുഡ്. സ്റ്റെപ്പ് ഡൗൺ. ഒരെണ്ണോടെ NS by NP ഗ്രേറ്റർ ദാൻ 1. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കണം. NS ഗ്രേറ്റർ ദാൻ NP. അതേതായിരിക്കും? റോസ്മേരി? സ്റ്റെപ്പ് അപ്പ്. സ്റ്റെപ്പ് അപ്പ്. ദേവദത്തെ മനസ്സിലായില്ലേ എഴുതുന്നത്? ഈ ഒരു ആ, സർ. ഇക്വേഷന്റെ ഐഡിയ മതി. കറണ്ട് മാത്രം റിവേഴ്സ് ആണ്. അപ്പം സ്റ്റെപ്പ് അപ്പിന് നമ്പർ ഓഫ് കോയിലും വോൾട്ടേജും സ്റ്റെപ്പ് അപ്പിന് സെക്കൻഡറി കൂടുതലായിരിക്കും. കറണ്ട് മാത്രം പ്രൈമറി കൂടുതലായിരിക്കും. സ്റ്റെപ്പ് ഡൗണിന് വോൾട്ടേജും നമ്പർ ഓഫ് ടേണും പ്രൈമറി കൂടുതലായിരിക്കും. കറണ്ട് മാത്രം സെക്കൻഡറിയിൽ കൂടുതലായിരിക്കും. വൃത്തിയായിട്ട് എഴുതിയെടുത്തേ. നമുക്ക് ഒരു പ്രോബ്ലം ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. പേജ് നമ്പർ 58. ഞാൻ ചോദ്യം പറഞ്ഞുതരാം. ഇൻ എ ട്രാൻസ്ഫോമർ without any loss in power, there are 5000 turns in primary and 250 turns in secondary. അപ്പൊ ഇത് ഏത് ട്രാൻസ്ഫോമർ ആയിരിക്കും? ഇവിടുന്ന് തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് ഏതായിരിക്കും? ആരെങ്കിലും ആൻസർ പറ. പ്രൈമറിയിൽ 5000 സെക്കൻഡറിയിൽ 250 ആണ്. ഏതായിരിക്കും? സ്റ്റെപ്പ് ഡൗൺ. സ്റ്റെപ്പ് ഡൗൺ. അപ്പം ഇനി ബാക്കി തന്നിരിക്കുകയാണ്. ആൻഡ് 250 turns in secondary. The primary voltage is primary voltage is 120 volt and primary current is 0.1 ആംപിയർ. അങ്ങനെയെങ്കിൽ ഇവിടെ തരാത്തത് സെക്കൻഡറി അല്ലേ? ഫൈൻഡ് ഔട്ട് voltage and current in secondary. Voltage and current in secondary. എങ്ങനെ ചെയ്യാം? നമുക്ക് അറിയാം. VS ഓ VP ഏതെങ്കിലും മൂലം എഴുതാം. VS by VP is equal to NS by NP is equal to കറണ്ട് മാത്രം തിരിഞ്ഞു വരും. IP by IS. അപ്പൊ നമുക്ക് VS അറിയാം. സോറി, N ഇതറിയാം. N പ്രൈമറി അറിയാം. N സെക്കൻഡറി അറിയാം. പ്രൈമറി വോൾട്ടേജ് അറിയാം. അപ്പൊ ആദ്യം എന്ത് നമുക്ക് കണ്ടുപിടിക്കാം? VS കണ്ടുപിടിക്കാം. എന്നിട്ട് ഇത് രണ്ടും ഉപയോഗിച്ച് ഇത് കണ്ടുപിടിക്കാം. ആദ്യം ഇത് കണ്ടുപിടിച്ചേ. വോൾട്ടേജ് ഇൻ സെക്കൻഡറി.
ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് ചെയ്യാൻ വേണ്ടി ഇതിനെ ഇങ്ങും കൊണ്ടേ ഗുണിച്ചാൽ മതി. ചെയ്യാവോ എല്ലാവരും തന്നെ? ബിയോൺ ചെയ്യാലോ? ചെയ്തിട്ട് എല്ലാവരും ആൻസർ കണ്ടുപിടി. ചെയ്ത് കഴിയുമ്പം പറയാം. വേറെ ആർക്കെങ്കിലും 6 കിട്ടിയോ? 6 വോൾട്ട് ആർക്കാ കിട്ടിയേ? റോസ്മേരി, ബിയോൺ, ഗുഡ്. ഞാനിവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. VS ഈക്വൽ ടു NS/NP ഇൻറ്റു VP. നമ്മൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കി ഓരോ ക്വാണ്ടിറ്റിയും ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടെ 2 0 ഉണ്ട്, രണ്ടും വെട്ടിക്കളഞ്ഞാൽ ചെയ്യുന്ന എളുപ്പമാവും. പിന്നെ 25 × 12, 25 4 വന്നാൽ 100. 3 പ്രാവശ്യം 100 100 200 100 300/50 6 5 30. കിട്ടിയില്ലേ? ഇനി ഇപ്പൊ VS കിട്ടി. അപ്പൊ VS/VP ഈക്വൽ ടു I തിരിഞ്ഞു വരും IP/IS. എന്നെയാ കണ്ടുപിടിക്കണ്ടേ? IS കണ്ടുപിടിക്കണം. IS മുകളിലോട്ട് കൊണ്ടുപോകാനേ പറ്റുള്ളൂ. IS ഈക്വൽ ടു പോയി, ഇത് ഇങ്ങോട്ടും വരും, ഇത് ഇങ്ങോട്ടും പോകും. VP × IP ഡിവൈഡഡ് ബൈ VS ദാറ്റ് ഈസ് ഈക്വൽ ടു. ചെയ്തേ അല്ലേ? മുമ്പേ എന്തോ പ്രശ്നം പറ്റുന്ന കേട്ടോ. ദേവദത്ത് മുമ്പേ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ റെസ്യൂം കൊടുത്തിട്ട് റെക്കോർഡിങ് കയറി വരുന്നില്ല.